നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാം. ഏത് കാലാവസ്ഥയിലും ഒരേ മാവ് കൊണ്ട് 3 തരം അപ്പം തയ്യാറാക്കാം. ഏകദേശം 10 അപ്പം ഉണ്ടാക്കാനായി 1 കപ്പ് പച്ചരി നന്നായി കഴുകി വെള്ളം മുഴുവനായി ഊറ്റിക്കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത്, 1/2 കപ്പ് ചോറ്, 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഈസ്റ്റ്, 1 കപ്പ് നേരിയ ചൂടുള്ള വെള്ളം എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് കുറഞ്ഞത് 6 മണിക്കൂർ കുതിരാൻ വെച്ച ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായി അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി. തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ മാത്രം ഒരു പാത്രത്തിൽ 3/4 ഭാഗം വെള്ളമെടുത്ത് നന്നായി ചൂടാക്കി മാവൊഴിച്ച പാത്രം വെള്ളത്തിൽ മുട്ടാതെ അതിന്റെ മുകളിൽ വെച്ച് 1-2 മണിക്കൂറിന് ശേഷം തയ്യാറായ മാവ് ദോശക്കല്ല് നോൺസ്റ്റിക് തവയെ ചൂടാക്കി മാവ് കോരി ഒഴിച്ച് ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് മൂടി വെച്ച് ചുട്ടെടുത്താൽ പരന്ന സോഫ്റ്റായ അപ്പവും. അപ്പച്ചട്ടി ചൂടാക്കി ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് മാവ് കോരി ഒഴിച്ച് ചുറ്റിച്ചു കൊടുത്ത് മൂടി വെച്ച് വേവിച്ചാൽ സാധാ പാലപ്പവും. ഇരുമ്പ് ചട്ടിയോ ചീനച്ചട്ടിയോ ചൂടാക്കി ഫ്ലെയിം കുറച്ച് വെച്ച് എള്ളെണ്ണ പുരട്ടി മാവ് കോരി ഒഴിച്ച് ചുറ്റിച്ചു കൊടുത്ത് ഫ്ലെയിം കൂട്ടി വെച്ച് അപ്പത്തിൽ സുഷിരങ്ങൾ വീണ ശേഷം മാത്രം മൂടി വെച്ച് വേവിച്ചാൽ നമ്മുടെ അരികു മുരിഞ്ഞ അപ്പവും നമുക്ക് തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമായാൽ ഹൃദയം തരണേ, കൂട്ടുകൂട്ടണേ.